ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറ്റിക്കോല് പോകുന്നതാണ്, എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം അതിന് മുമ്പ് ഇതാ നമ്മൾ നായ്മാറമുല്ലിൻ്റെ ഗോൾഡൻ ബേക്കറിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് റാശി വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ബൾക്കിൻ്റെ അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം പോയിട്ട് താമസിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പിള്ളേർക്ക്, പിന്നെ കുറച്ച് ബേക്കറി സാധനങ്ങൾ എടുത്തിട്ടാണ്. അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗോൾഡൻ ബേക്കറിയിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ജ്യൂസ് എടുത്തിട്ടാണ്, കാഷ്യൂ ജ്യൂസാണ് എടുത്തത് കേട്ടോ. ജ്യൂസ് എടുത്ത് ആദമിന് പോപ്കോൺ അതൊക്കെ വാങ്ങി സെയിനിന് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം. സെയിൻ സ്കൂളിലാണ് ഇട്ടുള്ളത്. ഞങ്ങൾ സെയിനിനെ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. സെയിനിൻ്റെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്സരാലാണ് ഇട്ടത്. സെയിൻ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. സെയിനിന് ചേർക്കുന്ന വീടൊക്കെ അപ്സരാലാണ് സെയിൻ പഠിക്കുന്നുള്ളത്. ആനുവൽ ഡേൻ്റെ പ്രാക്ടീസാണ് കേട്ടോ ഇന്ന്. സെയിനിന് ശനിയാഴ്ച ആയിരുന്നു ഇന്ന്. നമ്മൾ കാണുമ്പോഴത്തേക്കും സെയിനിന് നല്ല ഹാപ്പിയായി. ആദമാണെങ്കിലും നല്ല ഹാപ്പിയായി. പിന്നെ ടീച്ചർ സെയിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ആൻസർ ഷീറ്റെല്ലാം തന്ന് 2 എക്സാമേ ഉണ്ടായിട്ട് ഞാനങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഞാൻ മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പഠിക്കേണ്ട കുറച്ച് വാല്യൂസ് എല്ലാം ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും ഒരു സോഷ്യലായിട്ട് നിൽക്കാനും അങ്ങനെയൊക്കെയാണ്. നല്ല ഫ്രണ്ട്ഷിപ്പും ഈ ഒരു പ്രായത്തിൽ അവരതൊക്കെ പഠിച്ച് വരണം എന്നാണ് എനിക്കുള്ളത്. എന്തായാലും ഞങ്ങളിപ്പോൾ സെന്യൂനും പിക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിയിൽ അവിടെ ഒരു ചട്ടഞ്ചാലിനെ എടുത്തിട്ട് ഒരു നല്ലൊരു കഫേ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. ക്യാമറ ഓൺ ആക്കുമ്പോൾ സെയിൻ ഇപ്പോൾ പറയുന്നുണ്ട് ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡ്. ഞാൻ പറഞ്ഞ ചട്ടഞ്ചാൽ ഭാഗത്തായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡെല്ലാം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് ബൽക്കിൻ്റെ അവിടെ കൊണ്ടുപോകാൻ. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ പൊരയിൽ ബോയിക്കാനും പോയിട്ട് അവിടുന്ന് ഉപ്പാവും മാൻഷി ബ്രദറിൻ്റെ വൈഫ് ഞങ്ങൾ ഇത്ര ആൾ ഓരോ എടുത്തിട്ട് നമ്മളിപ്പോൾ ബൽക്കിൻ്റെ അവിടെ പോകുന്നുണ്ട്. ഇപ്പോൾ കുറ്റിക്കോലിലേക്ക് പോകുന്നുള്ളത്. ഞാൻ മുമ്പ് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ബൽക്കിൻ്റെ അവിടെ പോകുന്ന വീഡിയോ എല്ലാം. കുറ്റിക്കോലാണ് ബൽക്കിൻ്റെ നാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ പനറാശിയാണെങ്കിലും പറയും, ഡ്രൈവ് ചെയ്യാനാണെങ്കിലും കാണാനാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് ഈ നാട്. അധികം ട്രാഫിക്കൊന്നുമില്ല, നല്ല റോഡുമാണ്. എന്തായാലും ബൽക്കിൻ്റെ അടുത്ത് നമ്മളത്തേക്ക് ബൽക്കി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള റാശിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്സാണ് ഇതെല്ലാം. റാശി വരുന്ന ഭാഗമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. ഞാൻ മുമ്പ് അനിയന് ദുബായിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ ബൽക്കി ഇങ്ങനെ സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഫുഡെല്ലാം ആക്കിയതിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. 10 തരം സ്നാക്സ് ആക്കിയതിൻ്റെ ബൽക്കി സമൂസ, മുട്ട പപ്സ്, ഇറാനി പോള, കട്ട്ലറ്റ്, പിസ്സ, ചിക്കൻ റോള്, ചിക്കൻ ഫിംഗേഴ്സും ബൽക്കി തന്നെ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഉന്നക്കായ, പിന്നെ അത് ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇല്ലാതെ, പിന്നെ ഇതൊരു ചീസി ചിക്കൻ്റെ ഒരു ഇതാണ്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഇത് റാശി എല്ലാ സ്നാക്കും ഏതൊക്കെയാണെന്നുള്ളത് നോക്കുകയാണ്. ചായ കുടിക്കാനിരുന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് തന്നെ ഇരുന്നത് ചായ എല്ലാം കുടിക്കാനായിട്ട്. വൈകുന്നേരം തന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചായ കുടിക്കാനാകുമ്പോഴത്തേക്ക് എത്തിയത് ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഇതെല്ലാവരും ചായ കുടിക്കാനായിട്ടിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ സ്നാക്സ് എല്ലാം. ഞാൻ ഇതിൻ്റെ തന്നെ ആളാണ്. ഭയങ്കര എൻജോയ് ചെയ്തിട്ടെല്ലാം കഴിച്ച് ആ ചായ എല്ലാം കുടിച്ചിട്ട് ഇതാ ഞങ്ങളിപ്പോൾ ബൽക്കിൻ്റെ താഴതും ആ മുകളിലുള്ള ബൽക്കിൻ്റെ ആ ഭാഗത്താണ് ബൽക്കിൻ്റെ പുരയിൻ്റെ മുകളിൽ താഴെ ഒരു തോട്ടമുണ്ട്. ഒരു തറവാടിൻ്റെ ഒരു തോട്ടമെല്ലാം ഉണ്ട്. അപ്പോൾ അടുത്തേക്ക് പോകുന്നത് പണ്ട് ഞാൻ വന്നപ്പാടും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിന് ഇവിടെ പോയതെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനെല്ലാം. ഈ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ എന്തായാലും ഇടുക വായൻ്റെ കൂമ്പ എന്ന് പറയും. ഞങ്ങളിതിനെ കൂമ്പ എന്ന് പറയല്, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയില്ല. അപ്പം അത് തേന് കിട്ടുമല്ലോ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് സെയിനൊക്കെ ടേസ്റ്റ് ആക്കാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ പുളി പറിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുളീൻ്റെ മരം കൊണ്ടിട്ടും ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പുളി പറിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതേ തോട്ടത്തിലേ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ കവുങ്ങ് തേന്ന് ഞങ്ങൾ പറയല്, കവുങ്ങെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയല്. അപ്പോൾ അടക്കൻ്റെ മരം. അപ്പോൾ ആ കവുങ്ങ് തൈ നടുമ്പോൾ ഞാൻ ആ യൂട്യൂബിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നടുന്നതും എല്ലാം ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാം. പിന്നെ ഈ ഒരു സ്പെഷ്യൽ പപ്പായ ഉണ്ട് കേട്ടോ ഈ ഒരു തോട്ടത്തിൽ. അതും എല്ലാം ഞാനന്ന് കാണിച്ചത് തന്നെയാണ്. പക്ഷെ റാശി ഇതൊക്കെ ഫസ്റ്റാണ് കേട്ടോ കാണുന്നത്. ഐ മീൻ ഈ നാട്ടിൽ വന്നിട്ട് നമ്മളെ ബൽക്കിൻ്റെ അവിടെ റാശി ജസ്റ്റ് വന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല താമസിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. റാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുളവും തോട്ടങ്ങളും ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ മരങ്ങളിൽ പിടിച്ച സാധനങ്ങൾ പറിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും അങ്ങനെ പറിച്ചിട്ടാകുമ്പോഴത്തേക്ക് എനിക്ക് കൊതിയായി. അങ്ങനെ ഇപ്പോൾ റാശി എന്നെയും കൂടെ പൊക്കിയിട്ട് ഞാനും പറിച്ചിട്ടുണ്ട്. ഞാനും ഉമ്മ ബൽക്കി അൻഷി എല്ലാവരും വന്നിന് കേട്ടോ. അൻഷി അയ്യാനെടുത്തിട്ട് മുമ്പിലുണ്ട്. എല്ലാവരും വന്നിന് തോട്ടത്തിലേക്ക്. അങ്ങനെ ഇപ്പം ഞങ്ങൾ അടുത്ത് എന്തെങ്കിലും കിട്ടുന്ന അറിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. പപ്പായ ആയി, പുളിയായി, സീനും എൻജോയ് ആക്കുന്നുണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ പപ്പായട്ടിന് എന്തോ പേരുണ്ട് എനിക്കറിയാലോ ഇപ്പോൾ ആ പേരെന്താന്ന്. എന്തായാലും ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, അതിന് മരം കൊണ്ട് നിറച്ചും പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട്. താഴെ കുളം ഉണ്ട് കേട്ടോ, അത് കാണാനായിട്ടാണ് വരുന്നത്. കുളമല്ല, ഒരു തോടാണിത്. അപ്പോൾ ഈ തോടിൻ്റെ അടുത്ത് ഇതാ ഇങ്ങനത്തെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, നാട്ടിലിങ്ങനെ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം കണ്ടിട്ടുണ്ടാവും. ഉള്ളിൽ ഇതുപോലത്തെ ഇലയുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കും, നമ്മളെ കയ്യിൽ അച്ചി വരും കേട്ടോ. ബൽക്കിപ്പോൾ അത് ഇഷാനക്കും സെയിനക്കും എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. ഓർക്ക് ഭയങ്കര ഇഷ്ടമല്ല, ഓറിങ്ങനെ പിള്ളേരതിനെ ടാറ്റു എന്ന് പറയുന്നുണ്ട്. അവർക്ക് സ്റ്റിക്കറെല്ലാം ഒട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഓറിങ്ങനെ കയ്യിലേക്ക് എല്ലാവരും ആക്കിക്കുന്നുണ്ട്. സഫാദി ചാനൽ ഇതിനെ ടാറ്റു എന്നിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ എന്ത് പറയില്ലെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയും, എന്ത് പറയുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, ഇതിനെന്ത് പറയില്ലെന്ന്. ഇതൊക്കെ പണ്ടത്തെ ഓർമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ പണ്ട് കുറേ ചെയ്തിട്ടുണ്ട്. മാമാൻ്റെ തറവാട്ടിൽ നമ്മൾ കിണന്ന് പറയല്ലേ, കിണറ്റിൻ്റെ കരയിൽ ഇത് നിറച്ചുണ്ടാവും ഈ ചെടി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്തെല്ലാം ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ നമ്മളെല്ലാം തോട്ടത്തിലിട്ട് നമ്മളെ പോരെല്ലാം ഉണ്ടായത്, ഉമ്മാൻ്റെ ആണെങ്കിലും ഉപ്പാൻ്റെ ആണെങ്കിലും. അപ്പോൾ ആടെല്ലാം ഇങ്ങനെ നിറച്ചുണ്ടാവും ഇത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റാഷിൻ്റെ നാട്ടിലേക്ക് വന്നാൽ ഇങ്ങനത്തെ ഒന്നും കാണാനില്ല അത്ര. പക്ഷേ ബൽക്കിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, കുറ്റിക്കോല് നല്ല ഗ്രാമപ്രദേശമാണ്, നമുക്കെല്ലാം കാണാൻ പറ്റും. പണ്ടത്തെ കാര്യങ്ങളും നമ്മളെ പഴയ ഓർമ്മകളെല്ലാം ഉണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞ ഈ തോടിട്ട്. ഇതിപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞ് എല്ലാം വെള്ളം മുകളിൽ വരെ ഉണ്ടാവും, നല്ല രസമുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ അന്ന് നമ്മൾ വീഡിയോയിൽ ഇട്ട കവുങ്ങ് നടുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നടുമ്പോൾ കുഞ്ഞ് തെയ്യായിരുന്നു. ഇതിവിടെ ഇറങ്ങാൻ പറ്റൂട്ടെ, ജസ്റ്റ് താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടാണ് വീട് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. സെയിനക്ക് ഇറങ്ങണമെന്നുണ്ട് കേട്ടോ, സെയിനക്കും സവാദിനും രണ്ടാക്കും ഇറങ്ങണമെന്നുണ്ട്. മായാനെ പിടിച്ചിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. സെയിൻ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് റാശി ഇങ്ങനെ ജസ്റ്റ് കാല് വെള്ളത്തിലിട്ട് കൊടുത്ത് ഭയങ്കര ആഗ്രഹമുണ്ട് ഇറങ്ങുന്നത്. പക്ഷെ പേടിയാണെന്നു എനിക്ക്, ആണ് ജസ്റ്റ് അങ്ങനെ ചെയ്ത്. പക്ഷെ പൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണ് കേട്ടോ. വീലാൻ്റെയൊക്കെ പോയിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് ആദ്യം ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും പേടിയുണ്ട്, പക്ഷെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. നിങ്ങൾ കുറ്റിക്കൊല്ലി ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇടം കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോയിൽ കുറ്റിക്കൊല്ലി ഭാഗത്ത് നിന്ന് ആരെങ്കിലും വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങളെ നാട് എവിടെയെന്നൊക്കെ പറ. എന്തായാലും ഭയങ്കര ഭംഗിയുള്ളൊരു നാട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ മുമ്പ് എപ്പോഴും പറയലുണ്ട് ഇത്താൻ്റെ നാട്ടിലേക്ക് വരാൻ. എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്, ബൽക്കീൻ്റെ പുറക്ക് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഭംഗി, ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി ശരിക്കും കാണാം, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു സാധനം ഉണ്ട് ഇടത്, അമ്പട്ട എന്ന് പറയും ഞങ്ങൾ, അമ്പഴങ്ങ. അപ്പം അമ്പട്ട നിറച്ചുകൊണ്ടിട്ട് പൊടിച്ചിട്ട് അത് ജസ്റ്റ് റാഷ് പറിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സമയം ഇരുട്ടി തുടങ്ങിയോണ്ട് ഇത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. അമ്പട്ട കുറേ ഉണ്ട് അവിടെ എല്ലാം, പക്ഷെ അതൊന്നും വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറയുന്നത് കമൻറ്റ് ചെയ്തിട്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല അമ്പട്ട എന്ന് പറയും. ഇത് കറിക്കെല്ലാം ഇടും, ഭയങ്കര പുളിയാണ് ഇതിന്. അച്ചാറൊക്കെ ഇടും കേട്ടോ. ഉമ്മാല നന്നായിട്ട് അച്ചാറിടും. റാഷീൻ്റെ ഉമ്മാണെങ്കിൽ നന്നായിട്ട് അച്ചാറെല്ലാം ഇടും. ഇതിൽ ഉപ്പിലിട്ട് കഴിക്കാൻ എല്ലാം ടേസ്റ്റ് തന്നെ. അങ്ങനെ എന്തായാലും ഞങ്ങൾ അടിപൊളി ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് തോട്ടത്തിൽ ലൈക്ക് ഒരു ഫാമിലി ടൈം, ഒരു ഫൺ ടൈമൊക്കെ ആയിരുന്നു. കിട്ടിയ സാധനമെല്ലാം കൊണ്ട് വരുന്നുണ്ട്. വരുന്ന വഴിയിൽ ഇതൊരു കുളമുണ്ട് കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിയിലുണ്ടായ ഒരു കുളമാണ്. പക്ഷേ അധികാരം ഇറങ്ങലൊന്നുമില്ല ഈ കുളത്തിൽ, പക്ഷെ ഭംഗിയുണ്ട് നല്ല കേട്ടോ. നല്ല ക്ലീനെല്ലാം ആക്കിയെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുളിക്കാനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു കുളം. അത് കഴിഞ്ഞ് ഞങ്ങളില്ലേ ബൽക്കീൻ്റെ പുറ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ വേറൊരു തോടും പാലവും എല്ലായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു തോടിലില്ലേ, ഈ നാട്ടിലെല്ലാ പിള്ളേർ നീന്തൽ പഠിക്കിട്ടുണ്ട്. ഇത് ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ശശിയേട്ടനാണ് എല്ലാവരും നീന്തൽ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം എല്ലാ ന്യൂസിലും വന്നായിരുന്നു കേട്ടോ. ഈ എല്ലാ പിള്ളേരും നീന്തൽ പഠിച്ചൊരു നാടായിരുന്നു. ഒരു കുഞ്ഞു പോലും ഉണ്ടായിട്ടുണ്ട് നീന്തൽ അറിയാത്ത. അങ്ങനെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. സവാദും ഇഷാനും എല്ലാവരും പഠിച്ച സ്ഥലം തന്നെയാണിത്. സവാദിനാണെങ്കിലില്ലേ നീന്തലിന് നല്ല കോമ്പറ്റീഷനിലൊക്കെ കിട്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് ജില്ലാ തലം വരെ പോയിട്ടുണ്ട് കേട്ടോ സവാദ്. അവന് ഭയങ്കര ഇഷ്ടമാണ് നീന്തൽ. ഇതൊന്ന് നടന്നിട്ട് വന്നിട്ട് ബൽക്കീൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചൊരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഇതെല്ലാം. പിന്നെ ഞാൻ ഇതിലെ കൂടെ തന്നെയാണ് ഞങ്ങൾ കൊട്ടയെല്ലാം പറക്കാൻ പോയ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മളെ മുളച്ച കൊട്ടയെല്ലാം പറക്കാൻ പോയ ഇവിടെ ജാതിക്ക കണ്ടിട്ടാകുമ്പോൾ അതും ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ച്. അതാണ് ജാതിക്ക കേട്ടോ, നെറ്റ്മഗ്. പിന്നെ ഇത് ബൽക്കീൻ്റെ പോരെല്ലാം ഇങ്ങനെ വേണ്ടിയൊക്കെ ജസ്റ്റ് പിടിച്ച് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ പറിക്കാനായിട്ടുണ്ടത്. അങ്ങനെ നല്ലൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ ഞങ്ങൾ രാത്രിയത്തെ ഫുഡിലേക്ക് അടയ്ക്കാനായിട്ട് ബൽക്കി അടിപൊളി ഫുഡാണ് രാത്രിയത്തേക്ക് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇതാ ഗ്രില്ലാക്കാൻ വെച്ചിട്ടുണ്ട്. ഉമ്മ നല്ല കൈപ്പത്തിലുണ്ടാക്കുന്നുണ്ട്. ബൽക്കിയാണ് സാധാരണ കൈപ്പത്തിലുണ്ടാക്കല്. പിന്നെ ബൽക്കി കുറേ ഫുഡാക്കുമ്പോഴത്തേക്ക് ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഉമ്മ കൈപ്പത്തിലാക്കുന്നുണ്ട്. ചെമ്മീനെല്ലാം ഇറുക്കിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലാണെങ്കിൽ മക്രൂണി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ ലോലിപ്പോപ്പ് വറക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ചെമ്മീനും കൂടി ഇപ്പുറത്ത് വറക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ലോലിപ്പോപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബൽക്കിൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കേട്ടോ. ഫുൾ ചിക്കൻ ഇവിടെ ഗ്രില്ലായിക്കൊണ്ട് വരുന്നുണ്ട്. അത് ശരിക്കും ഞാൻ വിചാരിച്ചിട്ട് അത്ര പെട്ടെന്ന് പക്ഷേ ടൈമിനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ട് ചിക്കൻ മന്തിയാക്കിയിട്ടുണ്ട്, സാലഡ്, ചിക്കൻ ഫ്രൈ, ഫുൾ ചിക്കൻ ഉണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, മക്രോണി ഉണ്ട്, ലോലിപോപ്പ് ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് പള്ളിക്കറിയും ചിക്കൻ്റെ ഒരു കുറുമ ആക്കിയിട്ടുണ്ട് വൽക്കി. പിന്നെ സാലഡ് ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, മധുരമുണ്ട്, സ്പൈസി ഉണ്ട്. പിന്നെ വെള്ളയപ്പം, യമനി റൊട്ടിയൊക്കെയാണ്, കൈപ്പത്തിരി, ഇത്രയൊക്കെയാണ് സ്പെഷ്യൽ കേട്ടോ. ഞാനെല്ലാം പറഞ്ഞത് വിചാരിക്കുന്നു ആ കോഴിക്കടമ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസ് ആക്കിയാണ് കേട്ടോ. എന്തായാലും എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു ഫുഡെല്ലാം. എല്ലാം വൽക്കി ഉണ്ടാക്കി തന്നെ കേട്ടോ. മന്തിക്ക് ഉണ്ടാക്കിയ ചട്നി ആണെങ്കിലും മയണൈസ് ആണെങ്കിലും എല്ലാം ഉണ്ടാക്കി തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഡെസേർട്ടായിരുന്നു, എല്ലാം ബൽക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. പ്ലം കേക്ക് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ സൂഫ്ലയും ടെൻഡർ കോക്കനട്ട് സൂഫ്ലയും ബൽക്കി ഉണ്ടാക്കിയതാണ്, ഡോണറ്റും ബ്രൗണിയും ബൽക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ ഡ്രീം കേക്ക് ആണെങ്കിൽ ചോക്ലേറ്റും ടെൻഡർ കോക്കനട്ടും ഉണ്ടായിരുന്നു, പിന്നെ ഡ്രസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ബൽക്കി ഉണ്ടാക്കിയതാണ്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.